വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു മോണോലിത്ത് ആപ്ലിക്കേഷൻ ആണ്. മോണോലിത്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് പൊതുവെ മോണോലിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മോണോലിത്ത് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നോഡ് ജെഎസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റിൽ തന്നെയുള്ള ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനുശേഷം ഈ വീഡിയോസിലേക്ക് വരാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. നമുക്കൊരു ആപ്ലിക്കേഷൻ എക്സ്പെൻസ് ട്രാക്കർ ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിനും രജിസ്റ്ററും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ രജിസ്റ്റർ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ നെയിം, ഇമെയിൽ, പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പേജ് ഒരു ഡാഷ്ബോർഡ് ആണ്. ഡാഷ്ബോർഡിൽ രണ്ട് ഗ്രാഫ് കാണിക്കുന്നുണ്ട്. ഒന്ന് പൈ ചാർട്ട് ആണ്, പിന്നെ ഒന്ന് ബാർ ചാർട്ട് ആണ്. അത് പൈ ചാർട്ട് എന്ന് പറയുന്നത് അത് കാറ്റഗറി, എക്സ്പെൻസസ് കാറ്റഗറി വെച്ചിട്ട് നമ്മൾ ഒരു ചാർട്ടായി കാണിക്കുന്നതാണ്. പിന്നെ ഡേറ്റ് വെച്ചിട്ട് ഓരോ ഡേറ്റിനും എത്ര എക്സ്പെൻസ് വന്നെന്നുള്ള ഇത് കാണിക്കുന്നതാണ് ബാർ ചാർട്ട്. അപ്പൊ ഒരൊറ്റൊരു ഡാറ്റ മാത്രമേ ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളൂ, ഒന്നോ രണ്ടോ മാത്രം. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കാണാത്തത്. പിന്നെ അതേപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ലോഗ് ഔട്ട് ഓപ്ഷൻ വേണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ആവണം. പിന്നെ എക്സ്പെൻസ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അവിടെ പോയി ആഡ് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ കൊടുക്കാൻ പറ്റണം. ഉദാഹരണത്തിന് കാറ്റഗറി ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്, കാറ്റഗറിന്ന് ഫുഡ് സെലക്ട് ചെയ്ത് ആഡ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡിൽ ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി കൂടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. നമ്മളെ ആ ഒരു ഗ്രാഫിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ രണ്ട് ഡേറ്റിന്റെ ഡാറ്റയും വന്നിട്ടുണ്ട്. ഇനി വീണ്ടും എക്സ്പെൻസിൽ പോയാൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പൊ അത് എഡിറ്റ് ആയിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൺഫർമേഷൻ ചോദിക്കണം, എന്നിട്ട് അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവണം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സക്സസ് മെസ്സേജസ് കാണിച്ചിട്ടില്ല, അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ആയിട്ട് ലോഗിൻ പേജിലേക്ക് പോകും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നോഡ് ജെഎസ് ഉപയോഗിച്ചാണ് ഈ ഒരു ഫ്രണ്ട് എൻഡും അതിന്റെ ബാക്ക് എൻഡും എല്ലാ ലോജിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോഡ് ജെഎസ് ആണ്. അപ്പൊ നോഡ് ജെഎസ് മുമ്പത്തെ വീഡിയോസ് നമ്മൾ ഉണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് മാക് ആണെന്നുണ്ട്, വിൻഡോസിന്റെ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. മാക് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹോം ബ്രൂ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഹോം ബ്രൂ മാക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ homebrew.sh എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ലിങ്ക് കിട്ടും. അപ്പൊ അവിടെ ഈ കൊടുത്ത ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ടെർമിനൽ ആപ്പിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹോം ബ്രൂ ഇൻസ്റ്റാൾ ആവും. അങ്ങനെ ഹോം ബ്രൂ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ബ്രൂ എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പല സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ബ്രൂ എന്ന് പറയുന്ന കമാൻഡിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെർമിനലിൽ ബ്രൂ അപ്ഡേറ്റ് എന്ന് കൊടുക്കുക ഫസ്റ്റ്. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ബ്രൂ ഇൻസ്റ്റാൾ നോഡ് ജെഎസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഇൻസ്റ്റാൾ നോഡ് ജെഎസ് യൂസിങ് ബ്രൂ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫോർമുല എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, അതായത് ഹോം ബ്രൂ ഫോർമുല, ആ ഒരു വെബ്സൈറ്റിൽ ഓരോ ഫോർമുലേസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹോം ബ്രൂ ഉപയോഗിച്ച് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോഡ് ജെഎസിന്റെ ഒരു നോഡാണ്, നോഡ് ജെഎസ് അല്ല. ബ്രൂ ഇൻസ്റ്റാൾ നോഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ആവും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെർമിനൽ എടുക്കുക. ഇനി നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റോ അല്ലെങ്കിൽ ഗിറ്റ് ബാഷോ എടുക്കാം. അതിൽ നിങ്ങൾക്ക് ആ ഒരു ടെർമിനലിൽ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോഡ് -v എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് കാണിക്കും. ലേറ്റസ്റ്റ് വേർഷൻ ആണ് 22 അങ്ങനെ നോഡിന്റെ വേർഷൻ ഇപ്പോ. അപ്പൊ ആ ഒരു വേർഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊന്ന് നോക്കേണ്ടത്, നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ npm എന്ന് പറയുന്ന നോഡിന്റെ പാക്കേജ് മാനേജറും കൂടി ഇൻസ്റ്റാൾ ആവണം. അപ്പൊ അതും കൂടെ നോക്കാം. npm -v. അപ്പൊ അവിടെ അതിന്റെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ്, നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു വേർഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഏത് വേർഷനാണോ അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആയിട്ടില്ല.
ഒന്നുകിൽ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ പാത്തിൽ ആഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് കൂടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് ഫോളോ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.